ശ്രീമദ് സ്വാമി ജഗദാത്മാനന്ദ ആത്മവിശ്വാസത്തെക്കുറിച്ചും കുട്ടികളുടെ ഉള്ളിലുള്ള ഭയവും സംശയവും ഒക്കെ മാറിക്കിട്ടാൻ അവരുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് അവരാരാണ്, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ മാർഗദർശികളായി മാതാപിതാക്കളും മുതിർന്നവരും കൊടുക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും മിടുക്കന്മാരും സമർത്ഥന്മാരുമാകാൻ അവരെ സഹായിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സ്വത്വത്തെ, നമ്മുടെ സ്വന്തം കഴിവിനെ തിരിച്ചറിയാനാണ് സ്വാമി ഒരു പുലി ചെമ്മരിയാടായ ഒരു കഥ പറഞ്ഞു തരുന്നത്. ഒരിടത്ത് ഒരു പറ്റം ആട്ടിൻകുട്ടികൾ പുൽത്തകിടിയിൽ മേയുകയായിരുന്നു. വളരെ വിശന്ന ഒരു ഗർഭിണിയായ ഒരു പുലി വിശന്ന് വലിഞ്ഞ് നടക്കുമ്പോൾ ഈ ആട്ടിൻകൂട്ടത്തെ കാണാനിടയായി. വിശന്ന് വലിഞ്ഞ് തളർന്ന ഈ പുലിയാണെങ്കിൽ ഇവരെ ഗർജിച്ചുകൊണ്ട് ആക്രമിക്കാൻ ചെല്ലുന്നു. നിർഭാഗ്യവശാൽ ഒരു പാറക്കെട്ടിൽ നിന്ന് ചാടുന്നതിനിടയിൽ പുലിയുടെ തല പാറയിലിടിച്ച് പുലി ചത്തുപോയി. പക്ഷെ ഇതിനിടയിൽ പുലി പ്രസവിച്ചു. ഈ ചെമ്മരിയാട്ടിൻകൂട്ടം ഈ പുലിക്കുട്ടിയെ അവിടെ കളയാതെ നക്കിത്തൊടിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി വളർത്തി. പുലിക്കുട്ടി വളരുന്നതിനനുസരിച്ച് പുലിക്കുട്ടിയുടെ ചിന്ത താനൊരു ചെമ്മരിയാടാണ്, ശരീരം പുലിയുടേതാണെങ്കിലും ചെമ്മരിയാട് ആയിട്ടാണ് ആ പുലി വളർന്നത്. ഒരിക്കൽ കാട്ടിൽ നിന്ന് വേറൊരു പുലി ഇതുവഴി വന്നപ്പോൾ ചെമ്മരിയാടിൻ്റെ കൂടെ ആടിൻ്റെ കൂട്ട് മേയുന്ന പുലിക്കുട്ടിയെ കണ്ടപ്പോൾ ആ പുലിക്കുട്ടിയെ എടുത്ത് ചെന്നിട്ട് പുലിയാണെന്നും പുലിയുടെ തൻ്റെ പ്രതിച്ഛായ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നദിക്കരയിൽ കൊണ്ടുപോയി പുലിയുടെ മുഖം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ കുറച്ച് പണിപ്പെട്ട് പുലി കാട്ടിലേക്ക് കൊണ്ടുപോയി പുലിയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞു കൊടുത്ത് വേട്ടയാടാനും ഒക്കെ പഠിപ്പിച്ച് ഒരു പുലിയുടെ എല്ലാ കഴിവുകളോടുകൂടി മാറ്റിയെടുത്തു. പക്ഷെ ഉള്ളിൽ അപ്പോഴും ഒരു ചെമ്മരിയാടിൻ്റെ സൗമ്യത ഉണ്ടായിരുന്നു. കാലക്രമേണ പുലി കാട്ടിൽ മേഞ്ഞു നടക്കുകയും പഴയ പോലെ യഥാർത്ഥ സ്വഭാവമുള്ള പുലിയായി തീരുകയും ചെയ്തു. അപ്പം ഒരു പുലിയായിരുന്നിട്ടും ചെമ്മരിയാടിൻ്റെ കൂടെ വളർന്നതിനാലാണ് സൗമ്യ സ്വഭാവമായി മാറിയത്. അപ്പം പുലിയാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ സൗകര്യം, അവയുടെ നന്മയും ഓർത്ത് നമ്മൾ കുറച്ചധികം സ്ട്രിക്റ്റും ഒക്കെ കാണിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അവരിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ തന്നെ മറന്നു പോകും. അപ്പോൾ കുട്ടികൾക്ക് ഈ കഥയിലൂടെ അവരുടെ ഇഷ്ടങ്ങളെയും കഴിവുകളെയും തിരിച്ചറിയുന്നതിൻ്റെ ഗുണവും മേന്മയും പറഞ്ഞു തരുന്ന സ്വാമി ഈ കഥയിലൂടെ.